എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രാഫ്റ്റ് നെസ്റ്റ് ബൈ അമ്രു. ഇതെൻ്റെ ചാനലിലെ സെക്കൻഡ് ലോങ് വീഡിയോ ആണ്. ഇതൊരു ക്രാഫ്റ്റ് വീഡിയോ പെയിൻറ്റിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ ഇന്നലെ ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങിന് പോയായിരുന്നു. അപ്പോൾ പോയ സമയത്ത് കുറച്ച് ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ മേടിച്ചത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നും അതിൻ്റെ റേറ്റ് എന്തൊക്കെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ രണ്ട് ഡ്രോയിങ് ബുക്കാണ് മേടിച്ചത് കേട്ടോ. ഈ ഡ്രോയിങ് ബുക്ക് അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഒന്ന് ജസ്റ്റ് 28 റുപ്പീസും ഒന്ന് 50 റുപ്പീസിനാണ് മേടിച്ചത്. പിന്നെ രണ്ട് ഓയിൽ പേസ്റ്റ്. ഇതിൻ്റെ റേറ്റ് വരുന്ന ഒരെണ്ണം 40 രൂപ കേട്ടോ. ഒന്ന് എനിക്ക് ഒന്ന് നമ്മുടെ ഗീവ് അവേ വിന്നറിനാണ്. പിന്നെ നമ്മൾ ഈ പെയിൻ്റൊക്കെ അടിക്കുന്ന സമയത്ത് സ്പോഞ്ച് വേണമല്ലോ. അപ്പോൾ ഞാൻ ഈ ഓൺലൈനൊക്കെ നോക്കിയ സമയത്ത് അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എനിക്ക് 40 റുപ്പീസിനായിട്ടോ കിട്ടിയത്. പിന്നെ ഞാനൊരു ഐസ്ക്രീം സ്റ്റിക്കും ബഡ്സും മേടിച്ചിട്ടുണ്ട്. ബഡ്സ് 10 രൂപ എങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ. ഐസ്ക്രീം സ്റ്റിക്ക് 35 റുപ്പീസാണ്. നല്ല കളേഴ്സാണ്. നമ്മൾ ജസ്റ്റ് ഈ കളർ അടിക്കുന്നേക്കാളും ഇങ്ങനത്തെ മേടിച്ചാൽ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഞാൻ വന്നിട്ട് വർക്കൊക്കെ ചെയ്യുന്ന ഒരു സെറ്റാണ് മേടിച്ചത്. അത് 80 റുപ്പീസാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഞാൻ മേടിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിക്കർ ബോക്സാണ്. ഈ സ്റ്റിക്കർ ബോക്സ് ഓൺലൈനിലൊക്കെ ഞാൻ നോക്കിയപ്പോൾ 200 എബോ റേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ഒത്തിരി നാളായിട്ട് മേടിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ നോക്കി വെച്ച സാധനമായിരുന്നു. ഇപ്പോൾ എനിക്കിത് 120 രൂപയ്ക്ക് കിട്ടിയത്. അപ്പോൾ അന്നേരം ഞാൻ മേടിച്ചു കേട്ടോ. ഇത് നമ്മുടെ ഗീവ് അവേ വിന്നറിനാണ്. പിന്നെ വന്നിട്ടൊരു മാസ്കിങ് ടേപ്പും ഗ്രീൻ ടേപ്പും മേടിച്ചിട്ടുണ്ട്. അത് 35 റുപ്പീസുള്ളൂ. പിന്നെ ഈ ഗ്ലിറ്ററിങ് ഇതിൻ്റെ റേറ്റാണ് എന്നെ ഏറ്റവും കൂടുതൽ അതിശയിച്ച്. ജസ്റ്റ് 5 റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഗ്ലിറ്ററിങ് വന്നിട്ട്. പിന്നെ ഞാൻ ഈ ഹുപ്പാറിൻ്റെ സംഭവം മേടിച്ചത് കൊണ്ട് തന്നെ ഒരു സെറ്റ് നീഡിലൂടെ മേടിച്ചു. അത് 20 റുപ്പീസാട്ടോ. ഇതിൽ ഒത്തിരി നീഡിൽസ് വരുന്നുണ്ട്. പിന്നെ ഞാൻ മേടിച്ച് ഇപ്പം നമ്മുടെ ഈ ക്രോഷറ്റിൻ്റെ ഒക്കെ ട്രെൻഡിങ് ആണല്ലോ, അതുകൊണ്ട് ഞാനും ഒരു സെറ്റ് യാണും 2 ഹുക്കും മേടിച്ച്. ഒന്ന് 3mm ഒന്ന് 4mm മേടിച്ച്. ഇത് വന്നിട്ട് റേറ്റ് 35 റുപ്പീസാണ് വന്നേക്കുന്നത്. 45 റുപ്പീസായിട്ട് വന്നേക്കുന്നത്. പിന്നെ യാണ് വന്നിട്ട് 95 റുപ്പീസിൻ്റെ യാണാണ് വന്നേക്കുന്നത്. പിന്നെ സെറ്റോടെ മേടിക്കുകയാണെങ്കിൽ 300 റുപ്പീസ് അങ്ങാണ്ട് വരുന്നത്. പിന്നെ വന്നിട്ട് പെയിൻറ്റ് സത്യം പറഞ്ഞ് ഇതിൻ്റെ റേറ്റ് കിട്ടും. എനിക്ക് വെട്ടായതാണോ നാട്ടുകാർക്ക് വെട്ടായതാണോ ആ ഡയലോഗ് എനിക്ക് ഓർമ്മ വന്നത്. നോർമലി നമ്മൾ സിംഗിൾ പീസായിട്ട് മേടിക്കുന്ന ടൈമിൽ 30 റുപ്പീസാണ് ഞാൻ മിക്ക ഷോപ്പുകളും 30 റുപ്പീസാണ് കിട്ടുന്നത്. പക്ഷേ ഈ ഷോപ്പിൽ ജസ്റ്റ് 20 റുപ്പീസിന് ഞാൻ ഈ പെയിൻറ്റ് മേടിച്ച സത്യം എനിക്ക് സന്തോഷമായിരുന്നു. കാരണം എവിടെ പോയാലും 30 റുപ്പീസിന് മേടിക്കുമ്പോൾ 20 റുപ്പീസ് സത്യം പറഞ്ഞാൽ നല്ല അഫോർഡബിൾ റേറ്റിനാട്ടോ ഞാൻ ഈ സാധനങ്ങളൊക്കെ മേടിച്ച്. പിന്നെ ഇത് വന്ന് നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റിക്കാട്ടോ. ഇത് വന്നിട്ട് ഒരെണ്ണത്തിന് 3 രൂപ കേട്ടോ. അപ്പോൾ ഞാനൊരു 3-4 മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന് നമ്മുടെ B700ൻ്റെ ഒരു ഗമ്മ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സിസർ. ഇത് നമ്മുടെ നോർമൽ സിസറാണ് കേട്ടോ. നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ഡിസൈനായിട്ട് വരുന്നുണ്ട്. ഇത് 45 റുപ്പീസാണ് വരുന്നത്. പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള എറൈസർ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിങ്ങനെ ഒത്തിരി പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് പോകാവുന്നുണ്ടാവാം. പിന്നെ ഞാൻ എന്തായാലും ഇതൊക്കെ മേടിച്ചില്ല. അപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മേടിച്ചത്. പിന്നെ ഈ പേപ്പർ ഐവറി ഷീറ്റ് വന്നിട്ട് ഒരെണ്ണം 35 റുപ്പീസിൻ്റെയും പിന്നെ വന്നിട്ടുള്ള 10 രൂപയുടെയൊക്കെ മേടിച്ചാട്ടോ. 35 റുപ്പീസിൻ്റെ ഭയങ്കര കട്ടിയുള്ള പേപ്പർ കേട്ടോ. 10 രൂപയുടെ അതേ കട്ടി വരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ലൈക്കും കമൻറ്റും ഒക്കെ മറക്കില്ലല്ലോ അല്ലേ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.